സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. ധനുഷും സായ് പല്ലവിയും ചുവടുവെച്ച് ഹിറ്റായ റൗഡി ബേബി തരംഗം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ 96-ലെ ജാനുവായി എത്തിയ ഗൗരി കിഷന്റെ ഡാൻസ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത്. താരത്തിന്റെ ഡാൻസ് കണ്ട് ഇത് ജാനു തന്നെയാണോ എന്ന അമ്പരപ്പിലാണ് ആരാധകർ. 96 എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിൽ തൃഷയുടെ കുട്ടിക്കാലം അഭിനയിച്ചു ശ്രദ്ധേയായ താരമാണ് ഗൗരി ജി കിഷൻ. 96 റിലീസായ ശേഷമാണ് ഗൗരി പാലക്കാട്ടുകാരിയാണെന്ന് പ്രേക്ഷകർ അറിയുന്നത്. സിനിമയിൽ സ്വാഭാവിക അഭിനയം കാഴ്ചവെച്ച ശ്രദ്ധേയായ താരത്തിന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ വൈറലായിരുന്നു. ഇപ്പോഴത്തെ താരം റൗഡി ബേബിക്ക് ചുവടുവെച്ചതാണ് ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് നവ്യയും റിമി ടോമിയും റൗഡി ബേബിക്ക് ചുവടുവെച്ചത് ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു. നല്ല എനർജറ്റിക് ആയാണ് റിമി കളിച്ചതെങ്കിൽ വളരെ സിമ്പിളായാണ് പാട്ടിന് നവ്യ ചുവടുവെച്ചത്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗാനം കണ്ടത്. ജാനുവായി എത്തി പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന ഗൗരിയുടെ പവർ പാക്ക് പെർഫോമൻസും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. 96-ലെ ജാനു തന്നെയാണോ ഇതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഒരു അവാർഡ് നൈറ്റിലാണ് ഗൗരിയുടെ പ്രകടനം. ഗൗരിയുടെ പ്രകടനത്തിനെ ചുരുങ്ങിയ സമയം കൊണ്ട് ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തു. യുവൻ ശങ്കർ രാജയുടെ സംഗീതത്തിൽ 2019-ൽ പുറത്തിറങ്ങിയ ഏറ്റവും മികച്ച ഡാൻസ് നമ്പറാണ് മാരി 2-വിലെ റൗഡി ബേബി എന്ന ഗാനം. ധനുഷിന്റെയും സായ് പല്ലവിയുടെയും നൃത്തച്ചുവടുകൾ തന്നെയായിരുന്നു ഗാനത്തിന്റെ ഹൈലൈറ്റ്. ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട തെന്നിന്ത്യൻ ഗാനമായി അത് മാറി. പ്രഭുദേവയുടേതാണ് ഗാനത്തിന്റെ കൊറിയോഗ്രഫി. 96 എന്ന ചിത്രത്തിൽ വിജയ് സേതുപതി, തൃഷ എന്നിവർക്കൊപ്പം മിന്നുന്ന പ്രകടനമാണ് ഗൗരിയും നടത്തിയത്. തൃഷയുടെ കുട്ടിക്കാലം വളരെ മനോഹരമായി അഭിനയിച്ചു ഫലിപ്പിക്കാൻ താരത്തിന് സാധിച്ചിരുന്നു. ചിത്രത്തിലെ ഗാനരംഗത്തിലൂടെയാണ് ഗൗരി കൂടുതലും ശ്രദ്ധേയായത്. ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ച 2 പേർ 22 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രമേയം. പുതുമുഖ താരമായിട്ട് കൂടി തൃഷയുടെ കൗമാരകാലം മികവുറ്റ രീതിയിൽ അവതരിപ്പിക്കാൻ ഗൗരിക്ക് സാധിച്ചിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളി ലൈഫ്.